നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഇന്ന് മോക്ക് ട്രേഡിംഗ് സെഷൻ ഉണ്ടായിരുന്നു. അതായത് 20/12/2025 ഇന്നത്തെ മോക്ക് ട്രേഡിംഗ് സെഷനിൽ നിഫ്റ്റി 50യുടെ ഓപ്പൺ വാല്യൂ 25,626 ആയിരുന്നു. ഹൈ വാല്യൂ 27,372 ലോ വാല്യൂ 25,450 ആയിരുന്നു. ഈ വാല്യൂസിനെ മാത്തമാറ്റിക്കൽ അനാലിസിസിലൂടെ കാണുമ്പോൾ ഇന്നത്തെ ഹൈയും ലോയും തമ്മിലുള്ള വ്യത്യാസം 1922 പോയിന്റുകൾ വ്യത്യാസമുണ്ട്. ഈ വാല്യൂവിനെ FTS വാല്യൂസ് ആയിട്ടാണ് പരിഗണിക്കുന്നത്. അതായത് ഫ്യൂച്ചർ ട്രെൻഡ് സെറ്റർ വാല്യൂസ് ആയിട്ടാണ് പരിഗണിക്കുന്നത്. ഇത്തരത്തിലുള്ള വിശകലനം നടത്തുവാൻ കാരണം ഇന്ത്യയുടെ വോളാറ്റിലിറ്റി ഇൻഡെക്സ് 52 ആഴ്ചയിലെ ഏറ്റവും താഴ്ന്ന നിലവാരത്തിൽ എത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. ഇന്ത്യൻ വോളാറ്റിലിറ്റി ഇൻഡെക്സ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്തിനെയാണെന്ന് നമുക്കറിയാം. അതായത് ഇന്ത്യൻ ഓഹരി വിപണിയിൽ അടുത്ത 30 ദിവസത്തേക്ക് വിപണിയുടെ സ്റ്റെബിലിറ്റിയും റിസ്ക്കും എന്തായിരിക്കുമെന്ന് കണക്കാക്കുന്നതിന് ഉള്ള ഒരു സൂചികയാണ് ഇന്ത്യൻ വോളാറ്റിലിറ്റി ഇൻഡെക്സ്. വിപണിക്ക് മേല് നിക്ഷേപകർക്കുണ്ടാകുന്ന ആത്മവിശ്വാസത്തിന്റെയോ ഭയത്തിന്റെയോ ഒരു റിയൽ ടൈം ഗേജായിട്ട്, അതായത് അളവുകോലായിട്ടാണ് വോളാറ്റിലിറ്റി ഇൻഡെക്സിനെ പരിഗണിക്കുന്നത്. ഇന്ത്യയുടെ വോളാറ്റിലിറ്റി ഇൻഡെക്സ് വാല്യൂ ഇപ്പോൾ 10 താഴെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. നിക്ഷേപകർ ഈ സമയം കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതാണ്. അതുപോലെ തന്നെ 2025 ഡിസംബറിൽ ഇന്ത്യയുടെ വോളാറ്റിലിറ്റി ഇൻഡെക്സിൽ ഉണ്ടായിട്ടുള്ള കുത്തനെയുള്ള ഇടിവ് ഇന്ത്യൻ ഓഹരി വിപണിക്ക് ഒരു ഗ്രീൻ സിഗ്നൽ ആണ് നൽകിയിട്ടുള്ളത്. 2025 ജൂലൈ മുതൽ വിദേശ നിക്ഷേപക സ്ഥാപനങ്ങൾ പ്രോഫിറ്റ് ബുക്കിംഗ് തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. 5 മാസക്കാലമായി തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രവണതയെ മറികടക്കുവാന് ആഭ്യന്തര നിക്ഷേപക സ്ഥാപനങ്ങളെ പ്രാപ്തരാക്കി തീർക്കുന്ന നിരവധി സാമ്പത്തിക പരിഷ്കരണങ്ങൾ ഗവൺമെന്റ് നടത്തുകയുണ്ടായി. ഇതിന്റെ ഫലമായിട്ടായിരിക്കാം വോളാറ്റിലിറ്റി ഇൻഡെക്സിലെ ഇടിവിന് കാരണമെന്ന് പറയാം. GST പരിഷ്കാരങ്ങൾ, ഇൻഷുറൻസ് മേഖലയിൽ FDI 100% ഉയർത്തുന്നതിനുള്ള അനുമതി, സെബിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളുടെ ഫീസ് കുറയ്ക്കൽ എന്നിവയാണ് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട പരിഷ്കരണ നടപടികൾ. അതിനാൽ ഇന്ത്യയിലെ ഓഹരി നിക്ഷേപകർ, പ്രത്യേകിച്ച് ആഭ്യന്തര നിക്ഷേപക സ്ഥാപനങ്ങളും റീറ്റെയിൽ നിക്ഷേപകരും ഇന്ത്യൻ ഓഹരി വിപണിയുടെ മേലുള്ള വിശ്വാസം നിലനിർത്തുന്നുണ്ടെന്നുള്ളതിൻ്റെ സൂചനയായിട്ട് വേണം ഇന്ത്യയുടെ വോളാറ്റിലിറ്റി ഇൻഡെക്സ് ആ ഇൻഡെക്സിൽ ഉണ്ടായിട്ടുള്ള ഇടിവിനെ വിലയിരുത്തേണ്ടത്. ഇത് സൂചിപ്പിക്കുന്നത് എന്തെന്നാൽ ഇന്ത്യൻ ഓഹരി വിപണി അടുത്ത കാലത്തൊന്നും അതിശക്തമായിട്ടുള്ള മുന്നേറ്റങ്ങൾക്കോ അതിശക്തമായിട്ടുള്ള താഴ്ചകളിലേക്കോ പോകില്ല എന്നുള്ളതാണ്. ആഭ്യന്തര തലത്തിലുള്ളതും ആഗോള തലത്തിലുള്ളതുമായ പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഒന്നും തന്നെ വിപണി കൂടുതലായി പ്രതീക്ഷിക്കുന്നില്ലെന്ന് വോളാറ്റിലിറ്റി ഇൻഡെക്സിന്റെ താഴ്ചയിലൂടെ മനസ്സിലാക്കാൻ കഴിയും. അടുത്ത 6 ട്രേഡിംഗ് സെഷനുകളിൽ ഓപ്ഷൻ ട്രേഡേഴ്സിന് സുവർണാവസരങ്ങൾ നൽകുന്ന ഒന്നായിരിക്കും നിഫ്റ്റി ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ്. ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് രൂപയുടെ മൂല്യത്തകർച്ചയാണ്. 91.07 പൈസയിൽ, അതായത് 91 രൂപ 7 പൈസയിൽ ഡോളറിനെതിരെ മൂല്യം നഷ്ടപ്പെട്ട രൂപ വെള്ളിയാഴ്ചത്തെ ട്രേഡിംഗ് സെഷനിൽ 1.60% നേട്ടത്തോടുകൂടി 89 രൂപ 59 പൈസയിലേക്ക് തിരികെ എത്തിയെന്നതാണ്. RBIയുടെ ഡോളർ വിൽപ്പനയിലൂടെയാണ് ഇത്തരത്തിലുള്ള ഒരു തിരിച്ചുവരവ് നടത്തിയിട്ടുള്ളത്. ഇനി നമുക്ക് നിഫ്റ്റിയെ ശ്രദ്ധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം നിഫ്റ്റിയുടെ സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലുകൾ നമ്മൾ കണ്ടിരുന്നു. നിഫ്റ്റിയുടെ സപ്പോർട്ട് ലെവലുകൾ പുതിയ ഡേറ്റ അനുസരിച്ച് 24,350, 23,650, 23,100, 22,300 തുടങ്ങിയവയാണ്. ഇതൊരു ലോങ് ടൈം ട്രെൻഡിൽ ഉള്ളതാണ്. ഈ ഡാറ്റ ഇപ്പോൾ പരിഗണിക്കേണ്ടതില്ല. 18/12/2025 ഡാറ്റ തന്നെയാണ് നിഫ്റ്റിയുടെ സപ്പോർട്ട് റെസിസ്റ്റൻസ് നിലവാരങ്ങൾ. അതിനിപ്പോഴും മാറ്റം വന്നിട്ടില്ല. വിപണിയുടെ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ നിഫ്റ്റിയുടെ സപ്പോർട്ട് ലെവൽസ് ആദ്യത്തേത് 25,700 അതിനുശേഷമുള്ളത് 25,670 ആയിരിക്കും. ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലേക്കുള്ള ട്രേഡ് വരണമെന്നുണ്ടെങ്കിൽ 25,670 താഴെ നിഫ്റ്റി ക്ലോസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ നിഫ്റ്റിയുടെ റെസിസ്റ്റൻസ് ലെവൽസ് ആദ്യത്തേത് 25,919 അതിനുശേഷമുള്ളത് 25,996. അതിനടുത്താണ് ഇപ്പം നിഫ്റ്റി ക്ലോസ് ചെയ്തിട്ടുള്ളത്. എങ്കിലും ആ വാല്യൂവിൽ കാര്യമായിട്ടുള്ള ചേഞ്ച് വരണമെങ്കിൽ നിഫ്റ്റിയിൽ ഒരു അപ് ട്രെൻഡ് സെറ്റ് ചെയ്യണമെങ്കിൽ 26,073 മുകളിൽ ക്ലോസ് ചെയ്യേണ്ടതായിട്ടുണ്ട് നിഫ്റ്റി, സ്പോട്ട് നിഫ്റ്റി. വീണ്ടും മറ്റൊരു വീഡിയോയുമായി നമുക്ക് കണ്ടുമുട്ടാം. ഗുഡ് ബൈ.